ഇത്രയും വലിയ ഒരു അഴിമതി കേസ്, ഞാനൊരു ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം ലഭിക്കുന്നതിന് വേണ്ടി വലിയ തുക കോഴ മേടിച്ചതായിട്ട് അവർ നേരത്തെ പരാതി പറയുന്നു. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ അത് വാർത്തയാക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച്, ഈ വലിയ അഴിമതിയെ സംബന്ധിച്ച്, അതിൻ്റെ പിന്നാമ്പുറ കഥകളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായി വെക്കേണ്ടത് ആവശ്യമാണ്. അതിന് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അതല്ലാതെ CPM അത് അന്വേഷിച്ചു, CPM ഒരു കഥ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു, അത് ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. അത് ജനാധിപത്യം പുലരുന്ന ഈ നാട്ടില് സ്വീകാര്യമല്ല. CPM പക്ഷേ നാളെ പറയാൻ വേണ്ടി പോകുന്നത് കോട്ടുള്ളിയിൽ നിന്ന് പ്രബോധന വീട് കിട്ടിയതാണ് 22 ലക്ഷം, കണക്ക് കിട്ടിയ 22 ലക്ഷം തിരിച്ചു കൊടുത്തു, മാതൃകയായ പ്രമോദ് കോട്ടുള്ളിക്ക് സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ CPM, കാരണം കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് സ്വീകരണം കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് CPM-ന്റെ വിശദീകരണമല്ല ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഭരണഘടനാ പദവികൾ വിൽപ്പന ചരക്കാക്കുന്ന കേരളത്തിലെ ഭരണകക്ഷി നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം ആ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം ഇത് ആദ്യമായിട്ടല്ല, PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണം ആദ്യമായിട്ടല്ലല്ലോ. നേരത്തെ ഘടകകക്ഷി നേതാക്കന്മാർ നേരിട്ടാണ് 60-65 ലക്ഷമൊക്കെ മേടിച്ചിട്ട് അംഗത്വം കൊടുത്തത് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടല്ലോ. NCPയുടെയും ജനതാദൾ SCPയും ഒക്കെ കഥ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. CPM-നകത്ത് CPM-ന്റെ നേതാക്കന്മാര് നേരിട്ടല്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ നടത്തിയിട്ട് കമ്മീഷൻ മേടിക്കുന്നത് പോലെ ഇതിനും ഏജന്റുമാരെ വെച്ചിരിക്കുകയാണ്, ഉന്നതരായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം.